ഉള്ളൊഴുക്ക് എന്ന മൂവി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ചർച്ച ചെയ്ത് ഇത് പിന്നെ അന്തർദേശീയ തലത്തിൽ നടത്തിയ അന്തർദേശീയ തലത്തിലുള്ള നമ്മുടെ ദേശീയ തലത്തിൽ നടത്തിയ ഒരു സ്ക്രിപ്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആമിർ ഖാൻ ജൂറിയായ ഒരു ജൂറിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് ഇന്ത്യയിലെ മികച്ച സ്ക്രിപ്റ്റുകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിന് പിന്നെയും ഫൈനൽ റൗണ്ടിലേക്ക് കടന്ന് അതിൽ ഒന്നാമത് സ്ക്രീൻ പ്ലേ സെലക്ട് ചെയ്ത സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വിഷയം വളരെ ചർച്ചയായിരുന്നു. അപ്പോൾ ആ സ്ക്രീൻ പ്ലേയുടെ കരുത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ സിനിമ കാണണം. കാരണം ഇതിൻ്റെ പാർവതിയുടെയും ഉർവശിയുടെയും പെർഫോമൻസിന് എടുത്ത് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ക്രിസ്റ്റോ ടോമിയുടെ എഴുത്തും ഈ സംവിധാനവും. കാരണം പുള്ളി ചെയ്തിരിക്കുന്നത് വെറുതെ ആ സിനിമ നമ്മളിലേക്ക് തരിക മാത്രമല്ല, ഉർവശിയുടെയും പാർവതിയുടെയും അഭിനയ മികവ് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റും, ഏത് ലെവൽ വരെ അവർ പോകുമെന്ന് കാണിച്ചു തന്ന അസാധ്യ പെർഫോമൻസാണ്. അതിലെടുത്തു പറയേണ്ടത് ഈ സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഉർവശിയെ തന്നെയാണ്. ഉർവശിയാണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയാം. പക്ഷേ ഉർവശിയോട് കൂടി ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ പാർവതിക്കല്ലാതെ മറ്റൊരു നടിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത്തരം ഗംഭീര പെർഫോമൻസുകളാണ്. പിന്നെ കഥയുടെ തീമിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഒരുപാട് സസ്പെൻസുകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനും കരുതി ഒരു ഇമോഷണൽ നമ്മളൊരു സങ്കടപ്പെടുത്തുന്ന അങ്ങനെ ഒരു ഡ്രാമ മൂഡിലുള്ള പടമാണ്. പക്ഷേ ഒരു ഇമോഷണൽ ഡ്രാമ എന്നതിനുപരി തന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ സീക്രട്ടുകൾ സൂക്ഷിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. പക്ഷെ അവരിത് പരസ്പരം വെളിപ്പെടുത്തുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഇമോഷൻ എന്തായിരിക്കും, അവരുടെ പ്രതികരണം എന്തായിരിക്കും, ഒരു ക്യൂരിയോസിറ്റി എന്ന രീതിയിലൊരു ഇമോഷണൽ ഒരു ത്രില്ലർ എലമെൻറ്റ് കൂടി ഈ പടത്തിന് നൽകുന്നുണ്ട്. കാരണം ഇതിൽ ഓരോ നിമിഷത്തിലും ഓരോ രീതിയിലാണ് ആ സിനിമ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരുടെ ആംഗിളിൽ നിന്ന് നോക്കിയാലും ഇന്ന ആളുടെ ഭാഗത്താണോ ശരി തെറ്റുകൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസുകളാണ്. കാരണം സാഹചര്യങ്ങളാണ് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വില്ലൻ എന്ന് നമ്മൾ ജനറലി പറയാവുന്ന പോലെ ഇതിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് ധ്രുവത്തിലാവുന്നുണ്ട്. എന്ന് ഇരുന്നാൽ കൂടിയും അവരുടെ ഇടയിൽ ഒരു സ്നേഹബന്ധവും വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഉർവശിയുടെ ഫാമിലിയിലേക്ക് വരുന്ന ഉർവശിയുടെ മകനെ കല്യാണം കഴിക്കുന്ന ഭാര്യയായിട്ടാണ് പാർവതി വരുന്നത്. കഥയുടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലറായി പോകും. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിൽ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള കണ്ടിട്ട് 2018 യാതൊരു സാമ്യം ഈ സിനിമയില്ല. കാരണം കഥാപാത്രത്തിന് കഥയുടെ ഒരു പശ്ചാത്തലമായിട്ട് ഫ്ലഡ് വരുന്നുണ്ട് എന്നല്ലാതെ ഫ്ലഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയല്ല. ഇത് കംപ്ലീറ്റ്ലി ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും കൂടെയുള്ളവരുടെ ഒരു ഇമോഷണൽ അവരുടെ ഒരു ജേണിയാണ് ഈ സിനിമ കാണിക്കുന്നത്. പിന്നെ ഈ സിനിമയെ തിയേറ്റർ വാച്ചാക്കി നിർത്തുന്നതിൻ്റെ ഒരു മെയിൻ ഘടകം ഇതിൻ്റെ ക്യാമറ വർക്കും ഇതിൻ്റെ BGM-മാണ്. നമുക്കറിയാം സുഷിൻ ശ്യാമാണ് ഈ സിനിമയുടെ BGM ചെയ്തിരിക്കുന്നത്. സുഷിൻ ശ്യാം ഇതുവരെയുള്ള ഹീറോ സെൻട്രിക് മൂവിക്ക് ചെയ്ത പോലെയുള്ള ഒരു BGM പാറ്റേൺ അല്ല ഈ സിനിമയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഇമോഷണൽ കോഷ്യൻ്റെ ഒരു വശം നമ്മൾ അടുത്ത കാലത്ത് കണ്ട ആടുജീവിതത്തിൽ റഹ്മാൻ ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു. ചില സ്ക്രീനുകളിൽ നമ്മളെ അങ്ങ് പൊട്ടിക്കരിക്കുന്ന രീതിയിൽ അതുപോലുള്ള ഭയങ്കര ഇമോഷണൽ വിങ്ങലുകൾ അതിഗംഭീരമായിട്ട് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ഇതിനകത്ത് ഈ സിനിമ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു തിയേറ്റർ വാച്ചാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് കുറേ ആൾക്കാർ എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസ് ഒറ്റവാക്കിൽ പറയാമെന്ന് ചോദിച്ചാൽ ഒരു കിങ് കോങ് വേഴ്സസ് ഗോഡ്സില്ല എന്ന് പറയാം. അതായത് ഒരു കിങ് കോങ് ആയിട്ട് നമ്മൾ ഉർവശിയെയും ഗോഡ്സിലയായിട്ട് നമ്മൾ പാർവതിയെ സങ്കല്പിച്ച് നോക്കുക. അവർ തമ്മിലുള്ള ആ രീതിയിലുള്ള ആക്ഷൻ അല്ല, പക്ഷേ ഇമോഷനുകൾ കൊണ്ടുള്ള ഒരു ഫൈറ്റാണ് ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയത്. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2-3 മുറികൾക്കിടയിൽ നിന്ന് മാത്രം മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കഥ പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഉർവശി ചേച്ചിൻ്റെ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചുരുങ്ങിയ ഒരു ഏരിയയിൽ കിടന്നുകൊണ്ട് ഇത്രയും വലിയൊരു കഥ. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ എടുക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീരമായ മെസ്സേജ് ഈ സിനിമയ്ക്കുണ്ട്. മെസ്സേജായിട്ട് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്താണ് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സിനിമയിൽ എന്താ പറയുക, നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ ചിന്താഗതിയും അവർ ചെയ്യുന്നതും കറക്റ്റാണ് എന്നാണ് ഈ സിനിമ കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നമ്മുടെ മലയാള സിനിമയിൽ നമ്മളിപ്പോൾ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആടുജീവിതം നമ്മളങ്ങനെ എടുത്തു പറയുന്ന ചില ക്ലാസിക് മൂവികളില്ലേ, ആ മൂവികളുടെ ലെവലിലേക്കാണ് ഉള്ളൊഴുക്ക് എടുത്തു വയ്ക്കാൻ പോകുന്നത്. അതിൽ 2 ഹീറോയിൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് വന്ന കോമഡി രീതിയിൽ നമ്മൾ പ്രശ്നിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇമോഷണലി ഒരു സിനിമയെ ക്യാരി ചെയ്യുന്ന ഒരു മൂവി വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് തിയേറ്ററിൽ ഒന്ന് കാണണം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫാമിലികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അമ്മമാരും പിന്നെ റീസെൻ്റ്ലി മാരേജ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെയുള്ളവരെല്ലാവരും പുരുഷന്മാരെല്ലാവരും ആണെങ്കിലും ഒരു വിമൻ സെൻറ്റേർഡ് മൂവിയാണ്. അത് അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ടു. സാധാരണ ഇമോഷൻ മൂവീസ് നമ്മൾ രണ്ടാമത് കാണാൻ ശ്രമിക്കാറില്ല. പക്ഷേ ഇത് രണ്ടാമത് കാണേണ്ട, ആ പെർഫോമൻസിന് വേണ്ടി രണ്ടാമത് കാണേണ്ട ഒരു അതിഗംഭീര സൃഷ്ടിയായിട്ടാണ്